Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Okay, we can start. Who is going to do prayer? Yes, ma'am. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ ഉള്ളുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു. Okay, what's next? മാം സൈൻ ഇൻ ഞാൻ ചെയ്യാം. മാം ഒരു ചെറിയ സിമ്പിൾ നമ്മൾ കുട്ടിക്കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കോട്ടാണ്. റോസസ് ആർ റെഡ്, സ്കൈ ഈസ് ബ്ലൂ, ഗ്രാസസ് ആർ ഗ്രീൻ, എവ്രി വൺ വെൽക്കം ടു മോണ്ടിസോറി ക്ലാസ്. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. മാം ഒരു മീനിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാ. Okay, very good, Deepika. So, anything else? Anything you want to share or anything you want to clarify? എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാനോ ക്ലാരിഫൈ ചെയ്യാനോ? Prachita joined after so many days, right? Prachita join ചെയ്തിട്ടില്ലേ? Yes. ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്തായിരുന്നു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തേ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് മാമിന്റെ അടുത്ത് അത്ര സ്ട്രിക്റ്റില് അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെയൊക്കെ നല്ലതായിരുന്നു. ടീച്ചേഴ്സ് ഒക്കെ നല്ല നല്ല സ്വഭാവമായിരുന്നു, നല്ല കോപ്പറേറ്റീവ് തന്നെ ആയിരുന്നു. പിന്നെ കുട്ടികൾ എന്ന് പറഞ്ഞാല് നമ്മളെ മോണ്ടിസോറിന്റെ തിയറി ഒന്നും എനിക്ക് തോന്നില്ല അവരടുത്ത് വരെ പോകുന്നു. ഇപ്പോഴത്തെ കുട്ടികളെ നമ്മള് മാറണം. മറിയാം മോണ്ടിസോറി അത് തന്നെയാണല്ലോ ചെയ്തേ. അവരാദ്യം ഡിസൈൻ ചെയ്ത് വെച്ചു, കുട്ടികളെ അനുസരിച്ച് അവർ മോഡിഫൈ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ഈ ചെറിയ ചെറിയ ഇപ്പൊ മെത്തേഡുകളൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോഴുള്ള ഓരോ പ്രാക്ടിക്കലൊക്കെ ചെയ്യാൻ നമുക്ക് തന്നെ ഈ സിബ് ഇടല്, ഉക്സ് ഇടല്, ഇങ്ങനെയുള്ളതൊക്കെ അതൊക്കെ പ്രീ പ്രൈമറിയിലൊക്കെ പറ്റൂ. പക്ഷെ ഈ LKG കുട്ടികൾ ഭയങ്കര മെച്ചേർഡാണ്. അവർക്ക് അറിയായിരിക്കും, അപ്പൊ അവർക്ക് വേറെ മാറ്റി പിടിക്കണം. ആ മെത്തേഡൊന്നും ഇതില്ല. പിന്നുള്ള കുറെ നമ്മൾ പ്രാക്ടിക്കലൊക്കെ നമ്മള് കുറെ നമുക്ക് തന്നെ ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പൊ ഡിഫറെന്റ് പാർട്സ് ഓഫ് പ്ലാന്റ് ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, കളേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഓരോന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കി പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കൊണ്ടുപോയി ഓരോന്ന്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. തന്നെ ചെയ്യണം. പലതും നമ്മൾ ചെല്ലുമ്പോഴേക്കും നമ്മൾ തന്നെ ചെയ്യണം. എനിക്ക് പോയപ്പോ എനിക്ക് ഒന്നും ചെയ്യേണ്ട വന്നില്ല. കാരണം അതൊരു പ്യുവർ മോണ്ടിസോറി സ്കൂളായത് കാരണം അവിടുത്തെ മെറ്റീരിയൽസ് മാത്രം ആണ് അവര് പ്രൊമോട്ട് ചെയ്തത്. അത് വെച്ചിട്ട് കുട്ടികളെ ആക്ടിവിറ്റി ചെയ്യിക്കുക. കാരണം ആ രീതിയിൽ അവർ പോവുക ഒരു വൃത്തത്തില്. അപ്പൊ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബട്ട് എനിക്ക് ആക്ടിവിറ്റി ചെയ്യിക്കാം. ലൈക്ക് ചെടി നടുക, മണ്ണ് കുഴയ്ക്കുക, പിന്നെ കുക്കിംഗ് ചെയ്യിക്കുക, ലൈം ജ്യൂസ് ഉണ്ടാക്കുക, ആക്ഷൻസ്, ഡാൻസ്, അതെല്ലാം നമുക്ക് ചെയ്യിക്കാം. അതിനൊക്കെയുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ മെറ്റീരിയൽ അത് മോണ്ടിസോറി സ്കൂൾ ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഉള്ള പ്രാക്ടിക്കലൊക്കെ വന്നത്. പക്ഷെ ഇവിടെ സ്കൂൾ അത് CBSE സ്കൂളല്ലേ, ഇവിടെ ഒന്നും ഇപ്പൊ അതൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പൊ അവർക്ക് ഓരോ ചാപ്റ്ററിലുള്ള ഓരോ സിലബസ് അനുസരിച്ചുള്ള പാഠങ്ങളല്ലേ നമുക്ക് എടുക്കേണ്ടി വരുന്നത്.
അത് ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്രജിത. അവര് ഡിമാൻഡ് ചെയ്യും ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്ന് അവര് പറയും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ മാറേണ്ടത്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലല്ലോ? ഞാൻ പിന്നെ പ്രജിത കണ്ടില്ല. ടീച്ചർ എനിക്കൊരു ഫീഡ്ബാക്ക് തന്നു, പ്രജിത വല്ലാതെ വിഷമിച്ചു എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഇരിക്കുമായിരുന്നു. തലവേദന, എന്നും വൈകുന്നേരം തലവേദന, ഈ ലെസൺ പ്ലാൻ തയ്യാറാക്കല്. പിന്നെ ലെസൺ പ്ലാൻ ഒക്കെ 2-3 പ്രാവശ്യം തയ്യാറാക്കിയോ പിന്നെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഇത് സ്റ്റാർട്ടിങ്ങിലാണ് അതൊരു ബുദ്ധിമുട്ടായി തോന്നി. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഒന്നും അറിഞ്ഞുകൊണ്ട് പിന്നെ പ്രശ്നം തോന്നിയില്ല. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല പാടന്നുണ്ട്. എന്താന്നറിയോ, തീരെ പറഞ്ഞു കേൾക്കാത്ത കുട്ടികൾ. അമർന്നിരിക്കല്ലേ, ഒരു ഭാഗം നമ്മൾ ഇരുത്തി വരുമ്പോഴേക്കും അങ്ങേ ഭാഗം ഫുള്ള് ഇറങ്ങി നടക്കല് ഓടലും തുടങ്ങും ക്ലാസ്സില്. അവരെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അവരെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാന്നുള്ളത്. ക്ലാസ്സിൽ അമർത്തിക്കണ്ടേ. അയ്യോ, എനിക്കത് പ്രജിതയ്ക്ക് ഭയങ്കര ശീലായി. പിന്നെ ഇങ്ങനെ അവരെ ഇതൊക്കെ കേട്ട് നമുക്ക് ആദ്യം നമുക്കതൊരു ശീലമില്ലല്ലോ. ഈ ശബ്ദം ഒന്നായിട്ട് എന്താ ശബ്ദമൊക്കെ ക്ലാസ്സിലെ അറിയാം. പിന്നെ അതാണ്ട് ശീലായി മാറി. ഓക്കെ. സോ അപ്പൊ ഞാൻ ഈ അവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഒന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ ഓരോ ക്ലാസ് വരുമ്പോ നോക്കും ആളുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് വലുത് ഷെയർ ചെയ്തേനെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ഒരു സംശയം, പ്രജിത ഇൻസൾട്ടഡ് ആയോ എന്നൊക്കെയായിരുന്നു എന്റെ ഒരു സംശയം. ഇൻസൾട്ടഡ് ആയില്ല. ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. മോണ്ടിസോറി എന്ന് പറയുമ്പോ എന്തൊക്കെയോ ആണ് എന്നുള്ള അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ നമ്മൾ എന്തൊക്കെയോ കൊണ്ടു ചെല്ലുന്നോ, അങ്ങനെ മോണ്ടിസോറിന്റേതായിട്ട് എന്തൊക്കെയോ വേറെ എന്തെല്ലാം ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ ആണ് തോന്നുന്നത് മാമിന്റെ അടുത്തുള്ള ഒരു ഇത് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ കൊണ്ടുപോണതിൽ ഒന്നും തൃപ്തിപ്പെടുന്നില്ല. പിന്നെ ഞാൻ ചാർട്ട് ഉണ്ടാക്കി കൊണ്ടുപോകൽ തുടങ്ങിയപ്പോ പിന്നെ മാം അതില് തൃപ്തിയായി. ആ ഒരു രീതിയിൽ പോയവർ അവരൊരു മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രജിത വരുമ്പോ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതിനെ പറ്റി അറിയില്ല, ഒന്നും അറിയില്ല അവർക്ക്. അതുകൊണ്ടാണ് എക്സ്പെക്ട് ചെയ്തത് വെച്ചിട്ട് അവര് വേറെ പലതുമായിരിക്കും എക്സ്പെക്ട് ചെയ്തത്. വേറെ എന്തൊക്കെയോ ആണ് എക്സ്പെക്ട് ചെയ്തത്. അതിനെപ്പറ്റി മനസ്സിലാക്കി ഒരു സ്കൂൾ വിസിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കില്ലായിരുന്നു. ഈ നമ്മളെ മോണ്ടിസോറിന്റെ ഇത് മുഴുവൻ അവിടെ ഇതാക്കാനും കഴിയില്ല. അതെ, അതാണ് കഴിയില്ല. അത് അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടിയാലും ഇത് തന്നെയാണ് സ്കൂളിന്റെ ഒരു അവരുടെ ഒരു സിസ്റ്റത്തിലുള്ളത് പറയുമല്ലോ, അതിനനുസരിച്ചല്ലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികളെ മനസ്സിലാക്കാൻ വളരെ ഈസി ആയിരിക്കും. അത് ശരിയാണ്, കുട്ടികളെ മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പ്രജിതക്ക് എന്നിട്ട് അവിടുന്ന് അവര് എത്രയും മാർക്ക് തന്നത് 100-ല്? അങ്ങനെ മാർക്കൊന്നും ഇട്ടിട്ടില്ല, സൈനും കാര്യമൊക്കെ തന്നിട്ടുള്ളൂ. മാർക്ക് ഷീറ്റ് ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തരുന്നുണ്ടല്ലോ സ്കോർ ഷീറ്റ്. ഞാൻ അവിടെ കൊടുത്ത 3 പേപ്പർ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല, അത് അവിടെ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് തന്ന കംപ്ലീഷൻ ലെറ്റർ ഇല്ലേ, ആ ലെറ്ററിൽ അവര് സൈൻ ചെയ്ത് തന്ന്, സ്കൂളിന്റെ സീലും ചെയ്ത് തന്ന്. അയ്യോ, അത് തരുമല്ലോ, സ്കോർ ഷീറ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ തരുമല്ലോ അവര് സ്കോർ ഇട്ടതിന് ശേഷം. ഞാൻ ചോദിക്കാഞ്ഞിട്ടാണോ അറിയില്ലെന്നെ. അത് ചോദിക്കാൻ നമ്മുടെ സ്കോർ ഷീറ്റ് അല്ലേ, നമുക്ക് അവർ എത്ര മാർക്ക് ഇട്ടുള്ളത് നമുക്ക് അറിയണ്ടേ. ഓക്കെ, പ്രജിത അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു, ഹാപ്പിയായി അല്ലേ? ഹാപ്പിയായി. അപ്പം എനിക്ക് പ്രജിത വരുമ്പോ വേറൊരു കാര്യം ഷെയർ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം എന്റെ ധാരണ പ്രജിതയ്ക്ക് അവിടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അവിടെ പ്രജിത അവരെല്ലാരും കൂടെ എന്തെങ്കിലും രീതിയിലൊക്കെ വിഷമിപ്പിച്ചോന്നൊക്കെയായിരുന്നു. കഴിഞ്ഞ ട്യൂസ്ഡേ, ഇന്നിപ്പം തേഴ്സ്ഡേ അല്ലേ, അതായത് മിനിഞ്ഞാന്ന്, എന്റെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. എന്റെ ലൈഫിൽ ഏറ്റവും അധികം ഇൻസൾട്ടഡ് ആയ ഒരു ദിവസം. എന്നെ കുറെ ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു സ്കൂളിന്റെ മാനേജ്മെന്റും അവിടുത്തെ സ്റ്റാഫും കൂടെ വളരെയധികം ഇൻസൾട്ട് ചെയ്യുക മാത്രമല്ല, എന്നെ ഭീഷണിപ്പെടുത്തിയാണ് അവിടെ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ഒരു ട്യൂസ്ഡേ. പക്ഷെ എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല. ലൈക്ക് അത്രയും ഇൻസൾട്ടഡ് ആയിട്ടും ഞാൻ എന്റെ തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. എനിക്ക് നാണക്കേട് ഒന്നും തോന്നിയില്ല. കാരണം ഞാൻ അഡോളസെന്റ് ഗ്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു സ്കൂളായിരുന്നു അത്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ആ സ്കൂളിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ആ സ്കൂളിലേക്ക് പോകും. എനിക്ക് ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2 hours ജേർണി ഉണ്ട്.
അത് ബസ്, ജങ്കാർ, പിന്നെ ബസ്, അങ്ങനെയാണ് ഞാൻ ആ സ്കൂളിലെത്തുന്നത് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആക്ച്വലി കുട്ടികൾ ആ ദിവസം നോക്കിയിരിക്കും ഞാൻ വരണത് നോക്കിട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്യുമായിരുന്നു. പക്ഷെ ഈ പ്രോഗ്രാമിന്റെ കൺസെപ്റ്റ് അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെതായിരുന്നു. അദ്ദേഹമാണ് അതിന്റെ ഫൗണ്ടർ. അപ്പം അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ കഴിഞ്ഞ 3 വർഷമായി ആ സ്കൂളിൽ ആ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോ എന്തോ അവിടുത്തെ മാനേജ്മെന്റും PT ഒക്കെ തമ്മിലുള്ള എന്തോ ഒരു ഇന്റേണൽ ഇഷ്യൂസ്, അതിനെപ്പറ്റി ഞാൻ അറിയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ മതി. ഇഷ്യൂ കാരണം പ്രിൻസിപ്പളിനെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തു, അദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്തു, ഡീപ്രൊമോട്ട് ചെയ്തു. അപ്പോ അദ്ദേഹം അത് ഹൈക്കോർട്ടിൽ ഇത് കൊടുത്തു, അതിന് സ്റ്റേ ഓർഡർ വാങ്ങി. സ്റ്റേ ഓർഡർ വാങ്ങി കഴിഞ്ഞപ്പോൾ VHSC ബോർഡ് ഒരു എൻക്വയറി കമ്മീഷന് വെച്ചു. അങ്ങനെ കമ്മീഷന്റെ ഹിയറിംഗ് നടക്കുന്ന ദിവസമായിരുന്നു ഈ മൺഡേയും ട്യൂസ്ഡേയും. അപ്പോ സാറ് മൺഡേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഹിയറിംഗ് നടക്കുകയാണ്, അപ്പൊ ട്യൂസ്ഡേ ടീച്ചർക്കൊന്ന് വരാമോ, ടീച്ചറുടെ സൈഡിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തോന്നുന്നു. അപ്പൊ സാറ് വിളിച്ചതുകൊണ്ട് ഞാൻ ചെന്നു. ഞാൻ സാറിനെ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. എന്നവിടെ ചെന്നപ്പോ അടുത്ത പ്രിൻസിപ്പൾ ആകാൻ ചാൻസ് ഉള്ള ഒരു ടീച്ചറും മാനേജറുമാണ് ഇതിന്റെ മുന്നിൽ, ഈ സാറിനെതിരെയുള്ള പരാതികൾ കൊടുക്കാനുള്ള മുന്നിലുള്ള ആള്. ആ ടീച്ചർ വന്ന് എന്നെ വിളിച്ചു. ഞാൻ ആ ടീച്ചറെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നതാണ്. ടീച്ചർ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്നു. ചെന്നപ്പോ മാനേജറും വേറൊരാളും കൂടെ ഒരു റൂമിൽ ഇരിക്കുന്നു. അവിടേക്കാണ് എന്നെ കൊണ്ടുപോയത്. മാനേജർ എന്നോട് ചോദിച്ചു, എന്തിനാ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എല്ലാ ആഴ്ചയും ഇവിടെ വരാറുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ച വരാത്തത് ഇവിടുത്തെ ചില പ്രശ്നങ്ങൾ കാരണമാണ്. കാരണം ആ സമയത്ത് ഞാൻ ഇവിടെ വരുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് വരാത്തത്. അപ്പൊ ആ പ്രോഗ്രാം നിർത്തലാക്കി മാനേജർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്റിമേഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ അയാള് പറഞ്ഞു, ഉടൻ തന്നെ ഈ പ്ലേസ് ലീവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കെതിരെ ആക്ഷൻ എടുക്കുന്നു പറഞ്ഞു. ഞാൻ ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അടുത്ത പ്രിൻസിപ്പൾ, ആ ടീച്ചറെ ചൂണ്ടിക്കാട്ടിയിട്ട്, പ്രിൻസിപ്പൾ ആകാൻ പോകുന്ന ആളാണ്, അപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിപ്പിക്കും. അതെനിക്ക് ഇഷ്ടമായില്ല. അവര് വിളിപ്പിക്കുമ്പോ അങ്ങനെ പോകേണ്ട ആളൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞു, ഞാൻ വളരെയധികം തിരക്കുള്ള വ്യക്തിയാണ്. തിങ്കൾ തുടങ്ങി വെള്ളി വരെ എനിക്ക് ഒട്ടും സമയമില്ല. ബുധനാഴ്ച ഒരു ദിവസം ഞാൻ എല്ലാ തിരക്കും മാറ്റി വെച്ചിരിക്കുന്നത് ഈ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എന്റെ കൺസേൺ ഈ കുട്ടികൾ മാത്രമേ ഉള്ളൂ. എന്നെ അങ്ങനെ വിളിപ്പിക്കണമെങ്കിൽ ഇൻ അഡ്വാൻസ് എന്നോട് പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇൻസൾട്ട് ചെയ്യാൻ വിളിച്ചതല്ല കേട്ടോ, ഐ നോ യു വെരി വെൽ, എനിക്കറിയാം, വേറെ പല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. ടീച്ചറിനെ മനസ്സിലായി. പക്ഷെ ഞാൻ തിരിച്ചു ഇറങ്ങുമ്പോൾ സാറിനെ ഒന്ന് കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ സാറിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയാണ് കാര്യം, ഞാൻ ഇവിടെ നിന്നാൽ ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വളരെ വഷളാവും, സാറിനും വല്ല ബുദ്ധിമുട്ടുകൾ അതുമൂലം ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പൊ സാറ് ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്കൊക്കെ പോയിരുന്നു. സാറിന്റെ സൈഡ് വളരെ വീക്കാണ്. സാർ ഒട്ടും പ്രതീക്ഷയില്ല സാറ് ചേർത്ത് നിർത്തിയവര് സാറിന് എതിരായിട്ട് ഇങ്ങനെ വരുന്നുള്ളത്. അപ്പോ സാറിനെ കുറച്ചു നേരം സാറിനോട് സംസാരിച്ച് സാറിനെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാന്ന് കരുതി ഞാൻ അവിടെ നിന്ന് കുറച്ചു നേരം സാറിനെ കേട്ടു. സാറിനോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴേക്കും PTA ഇടപെട്ടിട്ട് എന്നെ കേൾക്കാനായിട്ട്, മീൻസ് എനിക്കൊരു ടൈം സ്ലോട്ട് തരാനായിട്ട് കമ്മീഷന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 2:30 ആയി. ഞാനൊരു 12 മണിക്ക് അവിടെ ചെന്നതാ. അപ്പം കമ്മീഷൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു, വരൂ 2 മിനിറ്റ് സമയം തരാം സംസാരിക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കമ്മീഷന്റെ കൂടെ റൂമിലേക്ക് കയറാൻ പോയപ്പോ ആ ടീച്ചർ വന്ന് എന്നെ ബ്ലോക്ക് ചെയ്തു. കയറാൻ പറ്റില്ല, ഇവിടുത്തെ സ്റ്റാഫ് അല്ല, എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഒരാളാണ്, ഇവിടെ വരുന്നു എന്നൊക്കെ പറയണു, കുട്ടികൾ കേൾക്കുന്നു, കൗൺസിൽ ചെയ്യുന്നു എന്ന് പറയണു. ഞാൻ ആലോചിക്കണത്, ഞാൻ ബുധനാഴ്ച വരാൻ നോക്കിയിരിക്കും. കുട്ടികൾ മാത്രമല്ല ടീച്ചർമാരും, അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളെ, ഈ പ്രോഗ്രാമിലെ കുട്ടികളല്ലാത്ത പുറത്തെ കുട്ടികളെ കൂടി ഇവരെന്റെ അടുത്തേക്ക് റീഡയറക്ട് ചെയ്യും. റീഡയറക്ട് ചെയ്തിട്ട് കാരണം നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ടീച്ചർ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണേന്ന്. അതായത് ആഴ്ചയിൽ 5 ദിവസവും അവിടെയുള്ള ടീച്ചർമാർക്ക് ആ കുട്ടികൾ തുറന്നു പറയുന്നില്ല. ആഴ്ചയിൽ 1 ദിവസം വരുന്ന എന്റെ അടുത്താണ് ആദ്യമായി കാണുന്ന കുട്ടി വരെയും ഓപ്പൺ അപ്പ് ആവുന്നത്. അപ്പൊ ആ കുട്ടികൾ എന്നോട് പല കാര്യങ്ങളും പറയും. ഞാൻ അത് എനിക്ക് പറ്റുന്ന പോലെ എന്റെ ടൈമിൽ നിന്നുകൊണ്ട് സോർട്ട് ഔട്ട് ചെയ്യാറുണ്ട്. ആ ടീച്ചറാണ് പറഞ്ഞത്, ഞാൻ വരുന്നു എന്ന് പറയുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ എനിക്കത് കേട്ടപ്പോ ചിരി വന്നു. അപ്പം അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കമ്മീഷനകത്തേക്ക് വിളിച്ചിട്ട് ആ ടീച്ചർ വാതിലടച്ച് എന്തൊക്കെയൊക്കെയോ സംസാരിച്ചു. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് നടക്കില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചിരിച്ചു. അപ്പോ പ്രിൻസിപ്പൽ ആയിരുന്ന സാറ് വേഗം അകത്തേക്ക് കയറി റിക്വസ്റ്റ് ചെയ്യാനായിട്ട്. ആ സമയത്ത് മാനേജർ വന്നിട്ട് പറഞ്ഞു, ദിസ് ഇസ് മൈ സ്കൂൾ, ലീവ് ദ പ്ലേസ് എന്ന് പറഞ്ഞു.
അപ്പൊ മാനേജിന്റെ വാലായിട്ട് കുറെ എണ്ണങ്ങൾ വരുന്നുണ്ടായിരുന്നു. അതുങ്ങൾ പറഞ്ഞു മാനേജ്മെന്റ് ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞാ ശരി മനസ്സിലായി എന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ സ്കൂൾ അയാളുടെ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി ആണെന്നുള്ളത് ഓർത്തിട്ടാണ് എനിക്ക് ചിരി വന്നത്. നമ്മളൊരു സ്കൂൾ എന്ന് പറയുമ്പോൾ ആ നാടിന്റെ, ആ ഒരു സമൂഹത്തിന്റെ, കുട്ടികളുടെ എല്ലാവരുടെയും ആണല്ലോ സ്കൂൾ. അയാൾ പറഞ്ഞു ഇത് എന്റെ സ്കൂളാണെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പതുക്കെ, അപ്പൊ സാർ അകത്തുനിന്ന് കയറി വന്നു. സാർ ഭയങ്കരമായിട്ട് വിഷമിച്ച് ആണ് വന്നത്. സാറിന് എന്നെ ഫേസ് ചെയ്യാൻ മടി. കാരണം ഞാൻ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് എല്ലാം കുറെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും വിഷമം തോന്നിയില്ല. കാരണം എന്നെ ബ്ലോക്ക് ചെയ്യാൻ, ഞാനൊരു പുറത്തുള്ള ഒരാളാണ്, എന്നെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അവരെന്തോ പേടിക്കണ്ടല്ലോ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവര് ഫ്രെയിം ചെയ്തിരിക്കുന്ന എല്ലാം അവിടെ അതിന് വാല്യൂ ഇല്ലാതാവും. സോ അതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാലോ, പറഞ്ഞിട്ട് പോട്ടെ, അവരുടെ ഭാഗം ക്ലിയർ ആയിരുന്നെങ്കിൽ അവർക്ക് ഞാൻ സംസാരിച്ചാൽ എന്താ പ്രോബ്ലം. ഞാൻ സാറിനോടും പി ടിയോടും പറഞ്ഞിരുന്നു എന്റെ കൺസേൺ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ ആരെയും അവിടെ എഗെയിൻസ്റ്റും വന്നതല്ല, സപ്പോർട്ടും വന്നതല്ല. ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമിന് എതിരായി എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്റെ ഉദ്ദേശം. അല്ലാണ്ട് വേറെ കൂടുതലൊന്നും എന്റെ ഉദ്ദേശം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഇയർ ചെറിയ ക്ലാസ്സിൽ, അവിടുത്തെ 5th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് 10th വരെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ മുഴുവനും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന അവരുടെ ഒരു പ്രോഗ്രാമിന്റെയും കോർഡിനേറ്റർ ഞാനാണ്. ആ പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ആ സ്കൂളിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം തന്നെ അവരെ അറിയിച്ചു. അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് അവിടെ നിന്നുണ്ടായി. അപ്പോൾ നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അവിടെ വരാൻ പറ്റില്ല. കാരണം മാനേജ്മെന്റ് അതാണെങ്കിൽ അവര് പെർമിറ്റ് ചെയ്യില്ല. ഇപ്പൊ സർ കോർഡിനേറ്റർ ആയിട്ട് വേറെ ആരെങ്കിലും നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ അതിന് മറുപടി ആയിട്ട് സർ എന്നോട് പറഞ്ഞത് നമുക്ക് ആ സ്കൂള് വേണ്ട, എന്നെ മാറ്റാന്നല്ല, നമുക്ക് ആ സ്കൂള് വേണ്ട, നമുക്ക് വേറെ സ്കൂളിൽ ചെയ്യാം എന്ന് പറഞ്ഞത്. സോ ദേ ലോസ് ദ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ, നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ലൈക്ക് നമ്മൾക്ക് പല പല ചലഞ്ചസ് ഉണ്ടാകും, ത്രെട്ടൻ ഉണ്ടാകും. നമ്മളുടെ സൈഡ് ക്ലിയർ ആണെങ്കിൽ നമ്മൾ എന്തിനാ പേടിക്കും. എനിക്ക് വേണമെങ്കിൽ ഒരു വനിതാ കമ്മീഷന്റെ പരാതി കൊടുക്കായിരുന്നു. ബട്ട് അയാളുടെ റിയാക്ഷൻ, ഒരു പ്രൊവക്കേഷനും ഇല്ലാതെ അയാൾ ചെയ്ത റിയാക്ഷന്റെ ഇത് എനിക്ക് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം. ഞാൻ വളരെ സമാധാനത്തോടു കൂടി അന്ന് കിടന്നുറങ്ങി. അതേസമയം ഞാൻ തിരിച്ചൊരു കംപ്ലൈന്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പുറകെ ഇങ്ങനെ നടക്കണം. നമ്മൾക്ക് ഡിസ്റ്റർബൻസ് ആവും, ഹെഡേക്ക് ആവും. സോ ഇപ്പൊ ഞാൻ വളരെ കൂളാണ്, എനിക്ക് വളരെ സമാധാനം ഉണ്ട്. പക്ഷെ അവര് ഡിസ്റ്റർബ്ഡ് ആവും. എന്റെ സൈഡിൽ നിന്ന് എന്താ ഉണ്ടാവും. അപ്പൊ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്, രക്ഷാധികാരി എന്ന് പറയുന്നത് അന്ന് കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹം ഇപ്പൊ ട്രിവാൻഡ്രത്താണ്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആണ്. ഞാൻ അദ്ദേഹത്തിന് വലിയൊരു മെയിലല്ല, ഒരു മെസ്സേജ് വാട്സാപ്പിൽ അയച്ചു, സംഭവമൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പൊ പറയുകയാണ് നമ്മളുടെ ഓരോ ലൈഫ് ജേർണിയിൽ നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇതുപോലുള്ള ചലഞ്ചസ് വരും. ഈവൻ നമ്മുടെ ഫാമിലിയിൽ നിന്നുണ്ടാവും, നമ്മൾ ഭയങ്കര സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകും, നമ്മുടെ കുട്ടികളിൽ നിന്ന് ചിലപ്പോൾ വരാം. നമുക്ക് അതെല്ലാം ഫേസ് ചെയ്യണം. നമ്മൾക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വി കുഡന്റ് ഡു എനിത്തിങ്. നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ സ്ട്രെസ്സിലായി. സോ എനിക്കിതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഞാൻ 2 ബാച്ചിൽ ഇത് ഷെയർ ചെയ്തുള്ളൂ. ലൈക്ക് ഒരു ബാച്ചിൽ ഷെയർ ചെയ്യാൻ കാരണം അന്ന് രാത്രി, ആ ഡേയുടെ അന്ന് രാത്രി എനിക്ക് അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. സോ ലൈക്ക് ഞാൻ അതൊന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ ഫൈൻ. സോ ഡു വാട്ട് യു തിങ്ക് ഈസ് റൈറ്റ്, അങ്ങനെ തന്നെ പോവാം. ഓക്കെ. സോ നമ്മൾ എവിടെയായിരുന്നു? വേർ വി? യെസ്. സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ് എടുക്കണം.
ഓക്കെ. സോ നമ്മൾ സെൽഫ് കൺസ്ട്രക്ഷൻ ആയിരുന്നു അല്ലെ, സെൽഫ് മെയ്ഡ്. ഓക്കെ. സോ കുട്ടി തന്നെ ആയി വരുന്നു, ആ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെ, ചെറുപ്പത്തിലേ തന്നെ ആ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആക്ച്വലി അങ്ങനെ പല കുട്ടികളും ഡീവിയേറ്റഡ് ആയി പോയ ഒരു ഗ്രൂപ്പിനാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തത്. സോ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെയിം ഞാൻ ഈ മെത്തേഡ് ഒക്കെ തന്നെ അവിടെ അഡോപ്റ്റ് ചെയ്തത്. +1 +2 കുട്ടികളായിരുന്നു. അവർക്കൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തു. ആ എൻവയോൺമെന്റ് എന്താണോ അവരുടെ പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലാക്കിയിട്ട്, അത് അവരും മനസ്സിലാക്കുന്നില്ല അവരുടെ ഉള്ളിലുള്ളത്, അതിന് നമ്മൾ ട്രിഗർ ചെയ്യും, കത്തിച്ചു കൊടുക്കും. നമ്മൾ എന്നിട്ട് സൈഡിൽ നിൽക്കും, അവര് നിന്നെ കത്തി കയറുക ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലായിരുന്നു ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂസ് നടന്നപ്പോ സാറിനെ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഫസ്റ്റ് ബാച്ചിലെ കുട്ടികള് അവരുടെ ഫീഡ്ബാക്കുകളായിട്ട് ഇപ്പൊ ഇങ്ങനെ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുക. അവർക്ക് സ്റ്റേജ് ഫിയർ പോയത് ഈ ഒരു പ്രോഗ്രാമിന് വന്നപ്പോഴാണ്. ആളുകൾ മറ്റെല്ലാരെയും റെസ്പെക്ട് ചെയ്യണം, അവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യണം, ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. പിന്നെ ഓരോ ഞങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് പല കാര്യങ്ങളും പഠിക്കണം, അങ്ങനെയുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ആ ഏരിയയിലേക്ക് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വീണ്ടും പഠിച്ച് ആ ഇതിലൊരു ജോബ്, അതാണ് നമ്മുടെ ഉദ്ദേശം. അത്രയേ ഉള്ളൂ ആ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. അപ്പൊ ശരിക്കും ചെറുപ്പത്തിൽ അവർക്ക് കിട്ടാതിരുന്ന എൻവയോൺമെന്റ് റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ചെയ്തത്. സെയിം തന്നെയാണ് ഞാൻ മോണ്ടിസോറി മെത്തേഡാണ് എല്ലാ ഇതുപോലുള്ള സെഷനുകളിൽ യൂസ് ചെയ്യാറ്. ഓക്കെ. മോണ്ടിസോറി മെത്തേഡ് ചെറിയ ക്ലാസ്സുകളിൽ മാത്രമല്ല, നമുക്ക് എവിടെ ഉപയോഗിക്കാം, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാം. അപ്പോ എന്റെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അത്രയും വലുതായി, ആ ഒരു ഏജ് ആണ് 15, 16, 17 ആ ഒരു ഇയേഴ്സിലുള്ള കുട്ടികളാണ്. അതെന്ന് വെച്ചാൽ അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വീക്ക് ആയിരിക്കും പല കുട്ടികളുടെ. അങ്ങനെ വരുമ്പോഴാണ് ഈ കുട്ടികൾ കൈ മുറിക്കുന്നത്, അങ്ങനെ അവരുടെ ആ ഒരു ബിഹേവിയറിൽ പല വ്യത്യാസങ്ങൾ വരും. അപ്പൊ അത് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു ചലഞ്ച് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ പലരും സബ്സ്റ്റൻസ് യൂസിലേക്ക് പോകാനുള്ള ചാൻസസ് പോയിട്ടുള്ളവര്, പിന്നെ പലപ്പോഴും ഒരു റിലേഷനിൽ നിന്ന് ചാടി അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു, അങ്ങനത്തെയൊക്കെ ഒരു കേസസ് ഒക്കെയാണ് കൂടുതലും ഈ ഒരു ഏജിലെ കുട്ടികളിൽ കണ്ടുവരുന്നത്. ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി വളരെ വീക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് വേണം, ഇല്ലെങ്കിൽ അവർക്കൊന്നും നിലനിൽപ്പില്ലാത്ത പോലത്തെ ഒരു ഫീലാണ്. ഒരു സൈഡിലെ പാരന്റ്സിനുള്ള സെഷന് നടക്കും. അപ്പൊ പാരന്റ്സിന് മനസ്സിലാകും അവരെന്ത് ചെയ്യണം, വീട്ടിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ അവരത് ചെയ്യും. സെയിം നമ്മള് ഏതൊരു ഏജിലും ചെയ്യുന്ന അതാണ്. പക്ഷെ ഏജ് മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ചലഞ്ചും റിസ്കും കൂടും, അതാണ് ഒരു വ്യത്യാസം. അപ്പൊ നമ്മൾ മോഡിഫൈ ചെയ്യണം, ഓരോ മെത്തേഡും നമ്മൾ മോഡിഫൈ ചെയ്യണം. ഒരു സ്റ്റഡിയും കൂടിയാണ്, ഒരു അനാലിസിസും റിസർച്ചും പോലെയാണ് ഈ കാര്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. അപ്പൊ ഈ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. പണ്ടൊക്കെ വീടുകളിലെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ മൊസൈക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അല്ലെ. അതിങ്ങനെ അതിലിങ്ങനെ ചിപ്സ് ഇങ്ങനെ കാണുമ്പോൾ അവരുടെ ധാരണ അതെന്തോ അവർ കാണുന്ന ചുറ്റുമുള്ളതെല്ലാം ജീവനുള്ളതാണെന്നുള്ളൊരു ഫീൽ ആയിരിക്കും അവർക്ക്. ആ ഒരു റിയാലിറ്റിയിലേക്ക് അവർ വരില്ല. വരാനായിട്ട് അവർക്ക് കുറച്ച് സമയം എടുക്കും. ഒരു 3 years ഒക്കെ കഴിയുമ്പോഴാണ് വാട്ട് ഇസ് റിയൽ, വാട്ട് ഇസ് അൺറിയൽ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. അപ്പോ നമ്മളിപ്പോ കുട്ടികളെ കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ വീട്ടിലെ ഗാർഡന്റെ ഒരു തുമ്പി വന്നിരിക്കുമ്പോൾ, ബട്ടർഫ്ലൈ വന്നിരിക്കുമ്പോൾ അതിനെയൊക്കെ അവർ ശ്രദ്ധിക്കും, വാച്ച് ചെയ്യും. മൂവിങ് ഒബ്ജക്ട്സിനോട് വളരെ താല്പര്യമായിരിക്കും, ചെറിയ സാധനങ്ങളോട് വളരെ താല്പര്യമായിരിക്കും. ഉറുമ്പ് മൂവ് ചെയ്യുന്നത് എത്ര നേരം വേണമെങ്കിലും അവർ നോക്കിയിരിക്കും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ നമുക്കതൊന്ന് റീഡ് ചെയ്യാം. സെൻസിറ്റീവ് ടു സ്മോൾ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ മൈന്യൂട്ട് ഒബ്ജക്ട്സ് അല്ലെ. സോ ആ പാരഗ്രാഫ് ആരാ വായിക്കുക? ഞാൻ വായിക്കാം മിസ്. Sensitivity to small objects. Children have the craving to pay attention to small objects from 2 years of age. A toddler for people, when taking a stroll in a garden, will focus his attention on a ladybird or army of ants zigzag passage instead of looking at the breathtaking view of a sense. Sensitivity to small objects is an important development because it helps widen the child's observation and allows the child to concentrate his intellectual powers on a specific problem. Sensitivity to small detail draws the child to the finest objects.
When the child is drawn to small things, the sensitivity holds the child's attention. Therefore, an extended period, the ability to focus. Thank you, Miss. Okay. So sensitive to minute objects or small objects അല്ലെ? എപ്പോഴും ആ ഒരു ചെറിയ ഏജിൽ 2 years ഓഫ് ഏജ് ആ സമയത്ത് ചെറിയ കാര്യങ്ങളോട് ഇവർക്ക് ഭയങ്കര അറ്റൻഷൻ ആയിരിക്കും, വളരെ കോൺസെൻട്രേഷനോട് കൂടിയായിരിക്കും അവർ നോക്കുന്നത്. ടോട്ട്ലർ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടി, അതാണ് മീനിങ്. ഇപ്പൊ ഗാർഡനിലൂടെ ഒക്കെ അതിനെ കൊണ്ട് നടക്കുകയൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ലേഡി ബേർഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കിളി ഉണ്ടല്ലോ, അത് ഉറുമ്പുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അവരുടെ ആ ഒരു ചിലപ്പോൾ സ്ട്രൈറ്റ് ലൈനിലാവും, ചിലപ്പോൾ സമയത്ത് സിക്സാഗ് ആയിട്ട് മൂവ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചായിരിക്കും പലപ്പോഴും ഇവര് ഇത് കാണുന്നത്. അപ്പൊ അവരുടെ എല്ലാ സെൻസും അവർ യൂസ് ചെയ്യും. അത്ര അറ്റൻഷനോട് കൂടിയായിരിക്കും ഈ ഒബ്ജക്ട്സിനെ എല്ലാം ഇവർ വാച്ച് ചെയ്യുന്നത്. ഇവരുടെ ഡെവലപ്മെന്റിന് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അത് കുട്ടിയുടെ ഒബ്സർവേഷൻ പവർ കൂട്ടാനും അറ്റൻഷൻ സ്പാൻ കൂട്ടാനും കോൺസെൻട്രേഷൻ കൂട്ടാനുമായിട്ട് സഹായിക്കും. സോ അങ്ങനെ ആ ഒരു ചാൻസസ്, ആ ഒരു ഓപ്പർച്യൂണിറ്റീസ്, അതാണ് നമ്മൾ കുട്ടികളെയും കൊണ്ട് പുറത്ത് നടക്കാൻ പോകുന്നത്, പാർക്കിൽ പോകുന്നത്, ബീച്ചിൽ പോകുന്നത്. കാരണം ഇവരിതെല്ലാം ചുറ്റുമുള്ളതൊക്കെ അവര് ശ്രദ്ധിക്കും. അപ്പൊ അല്ലാതെ ഇപ്പൊ വീടിനകത്ത് അടച്ച് വെക്കുന്ന ഒരു കുട്ടിയെക്കാളും കുറച്ചുകൂടെ ഒരു ഇന്റലക്ച്വൽ പവർ ഈ പുറത്ത് ഇതുപോലെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്ന ഒരു കുട്ടിയിലുണ്ടാകും. പ്രായമായവർ പറയില്ലേ, കൊച്ചിനെ കൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയില്ലേ. സോ നമുക്കിപ്പോ ഫ്ലാറ്റ് ആ ഒരു കൾച്ചർ ആണെങ്കിൽ പോലും അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ഉണ്ടാകും, നല്ല ലോൺ, പിന്നെ ഗാർഡൻ പോലെ ഉണ്ടാകും. അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മങ്കി ബാർ, സിങ്, ഊഞ്ഞാല്, പിന്നെ സീസോ, അങ്ങനത്തെ കുറെ സാധനങ്ങൾ അവർ ഇപ്പൊ ഫ്ലാറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ കുട്ടികളുടെ ആ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, ആളുകളുടെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ, അവിടെ ജിം ഉണ്ടാകും, യോഗ പ്രാക്ടീസ് ഉണ്ടാകും. ഇനിയിപ്പോ ആളുകളെല്ലാം ഹെൽത്തിന്റെ എല്ലാ ആസ്പെക്റ്റും ശ്രദ്ധിച്ചു തുടങ്ങി. പലപ്പോഴും പല റിക്രിയേഷൻ പ്രോഗ്രാംസ് നടക്കും, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രോഗ്രാം ഉണ്ടാകും. ഇപ്പം ഒരു പല പല നാടുകളിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവരുടെയും ഫെസ്റ്റിവൽസ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ എല്ലാവരും കൂടെ ഒരു ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടാവും, എല്ലാം കാണും. ബാംഗ്ലൂർ പുറത്തൊക്കെ ആവുമ്പോഴേക്കും ഓണം സെലിബ്രേഷൻ ആണെങ്കിലും ഒക്കെ നടത്താറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അവരുടെ ഡെവലപ്മെന്റ്, അവരുടെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റ്, ഫിസിക്കൽ ആണെങ്കിലും മെന്റൽ ആണെങ്കിലും കോഗ്നിറ്റീവ് ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും സോഷ്യൽ ഡെവലപ്മെന്റ് ആണെങ്കിലും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കാണും. ഓക്കെ, അപ്പം ഈ ചെറിയ ഒബ്ജക്ട്സിനെ ഇവര് വളരെ കോൺസെൻട്രേഷനോട് കൂടെ നോക്കുമ്പോൾ ഇവർക്ക് കുട്ടിയുടെ ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ, ആ ഒരു അറ്റൻഷൻ, അത് ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി, അതെല്ലാം ഇംപ്രൂവ് ആവുകയാണ് ചെയ്തത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 2 years ഒക്കെ ആ ഒരു സമയത്താണ് സ്മോൾ ഒബ്ജക്ട്സിനോടുള്ള താല്പര്യം. നമുക്കറിയാം, അവരിങ്ങനെ ഇരുന്ന് ചെറിയ അവരുടെ കണ്ണിൽപ്പെടും ചെറിയ സാധനങ്ങൾ, ഇങ്ങനെ ഇളക്കിയെടുക്കും, പിച്ചെടുക്കോ മോന്തി എടുക്കോ ഒക്കെ ചെയ്യില്ലേ. ചെറിയ സാധനങ്ങൾ അവരുടെ കണ്ണിൽ പെടാതിരിക്കില്ല. പിന്നെ നെക്സ്റ്റ് വൺ, ബോഡിയുടെ കോർഡിനേഷൻ, അതായത് ആ മൂവ്മെന്റ്, ആ ഒരു ബാലൻസിങ് വരുന്നത്. ഒരു വീടില്ല, ബാലൻസ് ചെയ്യുന്നു ബോഡിയെ. വീഴാൻ പോകുമ്പോഴും അവർക്ക് ബാലൻസ് ചെയ്യാൻ ഒരു കൺട്രോൾ കിട്ടുന്നു, ബോഡിയുടെ ഒരു കൺട്രോൾ കിട്ടുന്നു. ഓക്കെ, അതാണ് അടുത്തത്. ഏജ് 2.5 years തുടങ്ങി 4 years വരെ. ആരെങ്കിലും റീഡ് ചെയ്തു? Sensitivity to coordination of movement, walking, 2.5 to 4 years. Child enters into this period at about 2.5 till 4 years of age. Coordination of movement means bringing the body under the control of will. It is important to note that existence of the sensitive period for coordination of movement only means that there is a voluntary appetite to perform and repeat movement purely for the sake of gaining after and more precise control. യെസ്, ഈ ഒരു സമയത്താണ് അവർക്ക് ബോഡിയുടെ കൺട്രോൾ, ബാലൻസ്, അവരുടെ, അതായത് നമുക്ക് പറയാം നമ്മളുടെ ബോഡിയുടെ ഓരോ ആക്ഷൻസ് നമുക്ക് ബ്രെയിനിൽ നിന്ന് സിഗ്നൽ കിട്ടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പല ആക്ഷൻസ് നമ്മുടെ ബോഡിയിൽ വരുന്നത്. നമ്മളുടെ കൺട്രോളിലായിരിക്കും നമ്മുടെ ബോഡിയുടെ ഒരു മൂവ്മെന്റും കോർഡിനേഷനും. അതാണ് 4 years, ആഫ്റ്റർ 4 years ഒക്കെ കഴിയുമ്പോൾ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച
നല്ലതായിരിക്കും എന്ന് പറയണേ, ആ ഒരു ടേസ്റ്റ് ഉള്ള കുട്ടികളെ. അതായത് അപ്പൊ ആ സമയത്താണ് ബോഡി മൂവ്മെന്റ് ആ ഒരു കോർഡിനേഷനിലേക്ക് വരുന്നത്. ഡാൻസ് എന്ന് പറയാം, ഏത് ഫോമിലുള്ള ഡാൻസ് എന്ന് പറഞ്ഞാലും ബോഡിയുടെ മൂവ്മെന്റിന്റെ ആ ഒരു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ് ആണല്ലോ. അപ്പോ അതാണ് 4 years ആ ഒരു ടൈം ആകുമ്പോൾ അതിലൊരു സ്റ്റെബിലിറ്റി വരും ആ ഒരു കോർഡിനേഷന്റെ. അപ്പൊ അവരുടെ വീഴ്ചകളൊക്കെ അങ്ങ് കുറയും. അവര് മറ്റേത് ചെറുപ്പത്തിൽ എപ്പോഴും നടക്കുമ്പോഴും ഓടുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ അവരങ്ങ് ബാലൻസ് തെറ്റി വീഴും അല്ലെ. ഇത് എന്ന് വെച്ചാൽ ആ ബാലൻസ് ചെയ്യാനുള്ള കൺട്രോൾ അവർക്ക് കിട്ടും. അതാണ് ഈ ഒരു ഏജിൽ കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്. ഓക്കെ, ദേ നോ ഹൗ ടു മൂവ്. കൈയാണെങ്കിലും കാലാണെങ്കിലും മൂവ് ചെയ്യുമ്പോൾ അത് ബോഡി ബാലൻസ് ചെയ്ത് തന്നെ പോകാനായിട്ടുള്ള മൂവ്മെന്റ് അവർക്ക് കിട്ടും. ഡാൻസേഴ്സിന്റെ പ്രത്യേകത അതാണ്, അവർക്ക് ആ ഗ്രേസ്, ആ ബോഡിയുടെ മൂവ്മെന്റിന്റെ കോർഡിനേഷൻ നല്ല രീതിയിൽ നടത്തുമ്പോഴാണ് അവർ ആ ഒരു പെർഫോം ചെയ്യുമ്പോൾ ആ ഒരു ഗ്രേസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ മൂവ്മെന്റ് റിപ്പീറ്റ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നു. അവരുടെ ഒരു കൺട്രോള്, നല്ല രീതിയിലുള്ള ഒരു പ്രിസൈസ് ആക്യുറേറ്റ് ആയിട്ടുള്ള നല്ലൊരു കൺട്രോളും വരുന്നു. ഓക്കെ, പിന്നെ നമുക്കറിയാം ഒരു 1 year ഒക്കെ വരെയും കുട്ടി എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കും. കൂയിങ് ശബ്ദം, ബാബ്ലിംഗ് ശബ്ദം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദം ഉണ്ടാക്കും അല്ലെ. ഇതെന്തോ അവര് ഇമിറ്റേറ്റ് ചെയ്താലും ഉദ്ദേശിക്കുന്ന ശബ്ദമായിരിക്കില്ല പുറത്തേക്ക് വരുന്നത്. ബട്ട് ഒരു 1.5 years 3 years എന്നൊക്കെ പറയുമ്പോഴേക്കും അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ഒന്ന് ആവുന്ന ഒരു ടൈമാണ്. സെൻസിറ്റീവ് ടു ലാംഗ്വേജ് ആണ് നെക്സ്റ്റ്. ആരാ വായിക്കുക? യെസ്. Sensitivity. Right, ma'am. Yes, please. Sensitive to language 1.5 years to 3 years. Sensitivity to language begins early in the child's life. The baby begins to replicate speaking sound it hears. The baby hears sounds, musical melodies, dog barking, etc. The fact that he does not imitate this sound shows that babies possess sensitivity towards human language. In the case of language, it seems that absorbent mind of the child make a creative achievement unconsciously under the sense of a special sensitivity that enables it to select certain sound from all other phenomena in the environment. Thank you. ഓക്കെ, സോ സെൻസിറ്റീവ് ടു ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നമ്മളുടെ അടുത്തോ നമ്മളുടെ വീട്ടിലോ ഈ ഒരു ഏജിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ സംടൈംസ് അവര് എല്ലാ ശബ്ദത്തെയും ഇമിറ്റേറ്റ് ചെയ്യും. ബട്ട് സംടൈംസ് ദേ വോണ്ട് ഇമിറ്റേറ്റ് ചില സർട്ടൻ സൗണ്ട്സ്. അവർക്ക് ഹ്യൂമൻ ലാംഗ്വേജിനായിരിക്കും കൂടുതൽ സെൻസിറ്റിവിറ്റി. നമ്മൾ കണ്ടിട്ടില്ലേ, കുട്ടികൾ ചിലപ്പോൾ പട്ടി കുരയ്ക്കുമ്പോൾ ആ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തത്. പക്ഷെ ചില കുട്ടികൾ അത് ശ്രദ്ധിക്കുകയുള്ളൂ, അവർ പറയുണ്ടാവില്ലേ. അപ്പൊ ഹ്യൂമൻ ലാംഗ്വേജിനോടായിരിക്കും ചിലപ്പോൾ അവർക്ക് സെൻസിറ്റിവിറ്റി. എനിവേ ഏതൊരു ലാംഗ്വേജും അവർക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടാവും. ഹ്യൂമൻ ലാംഗ്വേജിനോട് കൂടുതൽ സെൻസിറ്റിവിറ്റി ഇവർ പ്രോസസ് ചെയ്യുവാണ് പലപ്പോഴും ബേബീസ്. അങ്ങനെയാണ് ഇവരിൽ ലാംഗ്വേജ് ഫോർമേഷൻ വരുന്നത്. ഒരാളിപ്പം നമ്മള് ടാറ്റ എന്ന് പറയുമ്പോഴേക്കും അവർ ആ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു അല്ലെ. പിന്നെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു കേൾക്കുമ്പോൾ അവരും അത് വിളിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ വരാറുണ്ട്. പിന്നെ അവരുടേതായ ലാംഗ്വേജ്, ചിലപ്പോ അമ്മ അച്ഛൻ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജ്, ചിലപ്പോൾ ഒട്ടും മാച്ച് ആവാത്ത രീതിയിലുള്ള പലതുമായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്, പല വേർഡ്സും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ കുട്ടിയുടെ അബ്സോർബൻ മൈൻഡാണ്. സെൻസിറ്റീവ് പീരീഡ് മാത്രമല്ല, അബ്സോർബൻ മൈൻഡാണ്. അപ്പൊ എന്ത് കാണുന്നു അതെല്ലാം ഇത് അബ്സോർബ് ചെയ്യും. അപ്പൊ ലാംഗ്വേജിന്റെ കേസിൽ കേൾക്കുന്നതെല്ലാം കുട്ടി അങ്ങ് അബ്സോർബ് ചെയ്യുവാണ്. ഓക്കെ, അപ്പം ഇവിടെയും ഒരു സ്പെഷ്യൽ സെൻസിറ്റിവിറ്റിയാണ്, അതായത് ലാംഗ്വേജിനോടുള്ള ഒരു സെൻസിറ്റിവിറ്റി വിത്ത് അബ്സോർബൻ മൈൻഡ്. കിട്ടുന്നതും കാണുന്നതും കേൾക്കുന്നതും എല്ലാം അബ്സോർബ് ചെയ്യുന്നു. പിന്നെ സംടൈംസ് ഒരു സെലക്ഷൻ പോലെ നടത്തും. അവരുടെ ഒരു ഇഷ്ടം ചിലതിനെ മാത്രം, സർട്ടൻ സൗണ്ട്സ് മാത്രം അവര് സെലക്ട് ചെയ്യുന്നു. ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സും ബേബീസ് കാണിക്കാറുണ്ട്. ഓക്കെ, അതാണ് ചില കുട്ടികൾ കുറെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില കുട്ടികൾ വളരെ കുറച്ച് കാര്യങ്ങളായിരിക്കും പറയാം. അപ്പൊ ആ ഒരു അബ്സോർബിങ് ആ ഒരു കപ്പാസിറ്റി ആണത്.
ചിലര് കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതുമല്ല നമ്മൾ അവരോട് കുറേ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരും നമ്മളുടെ ലിപ് മൂവ്മെന്റ് ഇങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കും. അവരും കുറെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ എൻവയോൺമെന്റിൽ നിന്ന് അത് എങ്ങനെയാണോ കുട്ടിക്ക് സൗണ്ട്സ് കിട്ടുന്നത് അതിനനുസരിച്ചാണ് കുട്ടി ഓരോന്ന് കളക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കുട്ടി അത് റിപ്പീറ്റ് ചെയ്യാനും ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ലാംഗ്വേജ് യൂസ് ചെയ്താണ് വരുന്നത്. കേട്ട് 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 യൂസ് ചെയ്യുന്നു. അതാണ് ശരിക്കും ലാംഗ്വേജ് ഫോർമേഷന്റെ ഒരു രീതി. നമ്മളപ്പോ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമ്മളും അങ്ങനെ തന്നെയാണ്. കേൾക്കുക, യൂസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും 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 അത് യൂസ് ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മളിലും ആ ഒരു പുതിയൊരു ഏത് ലാംഗ്വേജ് തന്നെയാണെങ്കിൽ പഠിക്കേണ്ടി വരുമ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അല്ലാണ്ട് എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേർന്നാൽ നമുക്കത് കിട്ടും എന്നുള്ളതൊന്നുമില്ല. നമ്മളത് യൂസ് ചെയ്യണം, നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നു അത്രത്തോളം ആ ലാംഗ്വേജ് നമ്മളിലേക്ക് അബ്സോർബ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഏജ് സ്പാൻ പറഞ്ഞിട്ടുണ്ട് 2.5 years. അപ്പൊ 4 years വരെയും ഈ ലാംഗ്വേജ് അതിന് ഇൻ ബിറ്റ്വീൻ വേറെ പല കാര്യങ്ങളിലേക്കും സെൻസിറ്റിവിറ്റി പോകുന്നുണ്ട്. അതാണ് സോഷ്യൽ ആസ്പെക്ട്സ്. 2 years ഒക്കെ ആവുമ്പോഴേക്കും അത് ഓൾമോസ്റ്റ് കുട്ടികളെ കൊണ്ട് മിക്കവാറും പല ഫംഗ്ഷനുകളും പുറത്തും ഒക്കെ പോകാറുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ വാശി പിടിക്കും, കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് ചിലപ്പോൾ അമ്മ അങ്ങ് സാക്രിഫൈസ് ചെയ്യും, കുഞ്ഞുമായിട്ട് വീട്ടിലിരിക്കും, അല്ലെങ്കിൽ അത് ഏൽപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും അവരിരുത്തും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്നാലൊരു കുറച്ചൊരു ഏജ് ഒക്കെ കഴിയുമ്പോഴേക്കും ഔട്ട്സൈഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും. സോ നെക്സ്റ്റ് വൺ, സെൻസിറ്റിവിറ്റി ടു സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഏജ് സ്പാൻ 2.5 years to 5 years. ആരാ റീഡ് ചെയ്യാം? ഞാൻ വായിക്കാം സർ. യെസ് പ്ലീസ്. Sensitivity to social aspects of life. Sensitivity to social aspects of life begins at 2.5 years of age. Children reward special attention to other children of their own age. Children at about 3 are in lonesome play. The work of sensitive period facilitates recognizable affection and friendships to develop. In this way, the child learns to be part of a group. ഓക്കെ, സോ 2.5 years തുടങ്ങി 5 years വരെ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് അത് ഈ ഒരു സമയത്ത് തുടങ്ങുന്നു. മറ്റു കുട്ടികളെ കാണുമ്പോൾ, അവരുടെ ഏജിലുള്ള മറ്റു കുട്ടികളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, പിന്നെ ചിലപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ശരിക്കും പറഞ്ഞിട്ട് 3 years എന്നൊക്കെ പറയുമ്പോൾ അവരൊരു ലോൺലി, ഒരു സിംഗിൾ ആയിട്ട് കളിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിലിപ്പോ കുട്ടികൾ വേറെ ഇല്ലെങ്കിൽ തന്നെ ഇരുന്ന് കളിക്കുന്ന ഒരു രീതി കാണാറുണ്ട് നമ്മൾ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക്. പിന്നെ അഫെക്ഷൻ, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നു ഈ ഒരു സമയത്ത്. വേറൊരു പിയർ ഗ്രൂപ്പുമായിട്ട് ചെല്ലുമ്പോൾ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ വീട്ടില് മുതിർന്ന ആളുകൾ ഉണ്ടെങ്കിൽ, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കസിൻസ് ഉണ്ടെങ്കിൽ ഒരു അഫെക്ഷൻ ഫോം ചെയ്യുന്നു. അല്ലെങ്കിൽ വീട്ടിൽ മറ്റ് ഏതെങ്കിലും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള അഫെക്ഷൻസ് ഫോം ചെയ്യുന്നു, ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്യുന്നു. അപ്പം പുറത്തു പോയി ഒരു കുട്ടിയെ കണ്ടു പരിചയപ്പെട്ടു, അങ്ങനെ അവരെ തമ്മിൽ കളിക്കുന്നു, പിന്നീടും കാണുമ്പോഴേക്കും ആ ഒരു ബോണ്ടിങ് കൂടുതലാകും. അതാണ് റിലേഷൻഷിപ്പ് അതിന്റെ ഒരു ചെറിയ രീതിയിൽ തുടങ്ങുന്ന ഒരു ടൈം. അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവാനായിട്ട് പറ്റുന്നു. ദാറ്റ് മീൻസ് ഹി ഓർ ഷീ സ്റ്റാർട്ട്സ് സോഷ്യലൈസിങ്. അല്ലെ, ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകാന്ന് പറഞ്ഞാൽ സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ പലപ്പോഴും ഈ ഒരു 2.5 years ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ അംഗൻവാടികൾ അങ്ങനെ പ്രീ സ്കൂളുകളിലൊക്കെ കൊണ്ടുവന്നാക്കും അല്ലെ. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ആക്കുമ്പോഴേക്കും അവിടെ മറ്റു കുട്ടികളുണ്ടാകും. അപ്പൊ അവരുമായിട്ട് മേർജ് ആവുന്നു, മിങ്കിൾ ചെയ്യുന്നു. ചിലപ്പോ ചില കുട്ടികളോട് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടാകും. അത് വന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര വിശേഷം പറച്ചിലായിരിക്കും അല്ലെ, വിഷമവും വന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. സോ അതാണ്, അവരൊരു ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്യുന്നു, അവരൊരു ഗ്രൂപ്പിന്റെ പാർട്ടാകുന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു ഇഷ്ടം ഒക്കെ പരസ്പരം വരും, ആ ഒരു കൂട്ട് ഒക്കെ വരുന്നത് ആ ഒരു ചെറിയ പ്രായത്തിൽ. പിന്നെ അവർക്ക് അഫെക്ഷൻ, കെയറിങ് എല്ലാം, അതിപ്പോ ഏതൊരു ഏജിലും എല്ലാ കുട്ടികളുടെയും റൈറ്റ്സ് ആണ് അഫെക്ഷനും കെയറിങ്ങും എല്ലാം കിട്ടുന്നത്. അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലവ്, കെയർ, അഫെക്ഷൻ എല്ലാം കിട്ടും. കാരണം ഒരു 2.5 years ഒക്കെ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഷ്യസ് മൈൻഡിലേക്കായി. അൺകോൺഷ്യസ് ആയിരുന്നത് കോൺഷ്യസ് മൈൻഡിലേക്കായി. അപ്പൊ അവരുടെ മെമ്മറി നല്ല സ്ട്രോങ് ആയി തുടങ്ങി. അവരൊന്നും മറക്കുമല്ല, എല്ലാം രജിസ്റ്റേർഡ് ആവുകയാണ്. സോ അതാണ് റെക്കഗ്നൈസബിൾ അഫെക്ഷൻ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോ പറഞ്ഞു കുട്ടികൾക്ക് റൈറ്റ് എൻവയോൺമെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ പല ഡെവലപ്മെന്റ്സും വരും.
അല്ലെ, അവരിലൊരു ഓർഡർ ഫോം ചെയ്യുന്നു, അവർ പല കാര്യങ്ങളിലും അവരുടെ ലേണിംഗ് പ്രോസസ് നടക്കുന്നു, പിന്നെ അവർക്ക് ഡിസിപ്ലിൻ അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ സ്മോൾ ഒബ്ജക്ട്സ് കാണുമ്പോൾ അവർക്ക് മൈന്യൂട്ട് ഒബ്ജക്ട്സ് കാണുമ്പോഴേക്കും അതിനെ ശ്രദ്ധിക്കുന്നു, അങ്ങനെ അവരുടെ ഫോക്കസിങ് പവർ കൂടുന്നു, കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ ഒക്കെ കൂടുന്നു. ഇതെല്ലാം നമ്മൾ പറഞ്ഞ അതെല്ലാം നല്ലൊരു എൻവയോൺമെന്റ് കുട്ടിക്ക് അങ്ങനെ ഒരു എൻവയോൺമെന്റ് കൊടുക്കുമ്പോഴാണ് റൈറ്റ് എൻവയോൺമെന്റ്. അതേസമയം മാൽ നറിഷ്മെന്റ് ശരിയാകാത്ത പോഷണം, നറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ മാൽ നറിഷ്മെന്റ് ആണ്, അതായത് ബാഡ് ആയിട്ടുള്ള ശരിയല്ലാത്ത രീതിയിലുള്ള ഒരു പോഷണം ആണ് അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ഈ 6 സെൻസിറ്റീവ് പീരീഡിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ശരിയായ രീതിയിലുള്ള എൻവയോൺമെന്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ റിസൾട്ട് എന്നുള്ളത് നമ്മൾ മുകളിൽ പറഞ്ഞു. ഇനി ശരിയല്ലാത്ത ഒരു പോഷണം നറിഷ്മെന്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് എന്തെല്ലാം ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരും അല്ലെ. ഫസ്റ്റ് 1 കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 2 ആരെങ്കിലും വായിക്കാമോ? Anyone, please? ഞാൻ വായിക്കാം മാം. ഫസ്റ്റ് 1ഉം 2ഉം വായിക്കണം. വേണം. Okay, ma'am. Sensitivity to order. If the sensitivity to order is lacking, the child may not be able to turn himself and create a mental picture of the world. Hence, he will feel very anxious and have no confidence in himself. Sensitivity to learning through their 5 senses. If the child is disposed of the right environment during this period, example, the child is not allowed to explore with material, it will inhibit the child from learning. Furthermore, the child may become more disaffected. This may be due to poor development of will, as he has little or no opportunity to work with materials in his environment. This in turn will lead to poor concentration. It would be difficult for the child to make comparison and judgment because the sensory exploration and exercise are meant to refine these powers of the child. ഓക്കെ, സോ സെൻസിറ്റീവ് ടു ഓർഡർ, നമ്മൾ ഒരു എൻവയോൺമെന്റില് ശരിയല്ലാത്ത രീതിയിലുള്ള ഒരു നറിഷ്മെന്റ്, മാൽ നറിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആയിട്ടുള്ള പോഷണം, ഒരു രീതിയിൽ അങ്ങനെ ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ആ കുട്ടി, അതിന്റെ സെൻസിറ്റീവ് ടു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേൾഡിനെ കുറിച്ചൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അത് ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും, അതിനൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. മറ്റേത് നമ്മൾ കുട്ടിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ അവസരവും കൊടുക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ കുട്ടിക്ക് ആ ഒരു ഓർഡർ ഫോം ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഈ സെൻസിറ്റീവ് ടു ഓർഡർ ലാക്കിംഗ് ആണെങ്കിൽ, നമ്മളൊരു എക്സാമ്പിൾ പറയാം, പറഞ്ഞൊരു എക്സാമ്പിൾ കണ്ടു. ഒരു കുഞ്ഞ്, അവനറിയാം ഓരോ ഡ്രസ്സും എന്തിനാന്നുള്ളത്. അമ്മ കയ്യില് തൂക്കിയിട്ടപ്പോ ഭയങ്കര വാശിയെടുത്തു അല്ലെ. സോ ഹി നോസ് ദ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇടാനുള്ളതാണ്. ഈസ് നോട്ട് ബോത്ത്, അവനിങ്ങനെ ചൂടായത് കൊണ്ട് അമ്മ ചെയ്യുന്നു അത് മനസ്സിലാക്കാനുള്ളതായിട്ടില്ല, ആ ഒരു പ്രായമായിട്ടില്ല. പക്ഷെ അവന് അറിയാം അതിങ്ങനെ വെറുതെ തൂക്കിയിടാനുള്ളതല്ല, അത് ഇങ്ങനെ ഇടാനുള്ളതാണ്. ബാഗ് അങ്ങനെയൊക്കെ കാണുമ്പോൾ ചില കുട്ടികൾ കൊണ്ടൊന്നും നമ്മുടെ തോളിൽ തൂക്കിയിടാറില്ല. എന്റെ മോൻ ചുരിദാറിന്റെ ഷോള് കൊണ്ട് ഇട്ട് തരുമായിരുന്നു ചെറുപ്പത്തിൽ. അപ്പൊ അവർക്കറിയാൻ മതി ഓരോന്നും എന്തിനാന്നുള്ളത് അവർക്കറിയാം. സോ ആ ഒരു ഓർഡർ മനസ്സിലാക്കാനുള്ള സെൻസിറ്റിവിറ്റി അത് കുറയും ഇവർക്ക്. പലപ്പോഴും ഒന്നിനെ കുറിച്ചും ഒരു കറക്റ്റ് പിക്ചർ കിട്ടില്ല. അപ്പം ആകെ ഒരു ആങ്ഷ്യസ് ആയിരിക്കും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. മറ്റേത് കുട്ടിക്ക് അറിയാം ഇപ്പൊ ഒരു ഗ്ലാസ് എവിടെയാണ് ഇരിക്കുന്നത്, സോ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ആ ഗ്ലാസ് അത് അവിടെ കൊണ്ടുവയ്ക്കുന്നു. അവന്റെ ടോയ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണുവാണെങ്കിൽ അതിന്റെ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുന്നു. ആ ഒരു ഓർഡർ ഒക്കെ ഫോം ചെയ്യും നമ്മൾ കുട്ടിക്ക് ശരിയായിട്ടുള്ളൊരു റൈറ്റ് എൻവയോൺമെന്റ് വിത്ത് നറിഷ്മെന്റ് ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് 5 സെൻസസ് യൂസ് ചെയ്ത് കുട്ടി പല കാര്യങ്ങളും ലേൺ ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അത് സെൻസിറ്റീവ് പീരീഡ് ആണ്. അപ്പൊ ഈ 5 സെൻസസും അബ്സോർബൻ മൈൻഡും ആണ് യൂസ് ചെയ്തിട്ട് പലതും ലേൺ ചെയ്യുന്നു. പക്ഷെ ശരിയായ ഒരു എൻവയോൺമെന്റ് അല്ല, മാൽ നറിഷ്മെന്റ് ആണ് അവിടെ എങ്കിൽ കുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു
ലേണിംഗ് പ്രോസസ് ശരിയായ രീതിയിൽ നടക്കില്ല. കാരണം കുട്ടിയെ നമ്മൾ പിടിച്ചു വെച്ചേക്കോ, ഒരു മെറ്റീരിയലും കുട്ടിക്ക് കളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നില്ല. അപ്പൊ പലപ്പോഴും കുട്ടിയുടെ ഈ ലേണിംഗ് പ്രോസസ് അങ്ങ് താന്നു പോകും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരും. കുട്ടിക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കൊടുക്കുന്നില്ല. അതായത് ഇപ്പൊ നമ്മളെല്ലാം എടുത്ത് പൂട്ടി വെച്ചിരിക്കുക, ടോയ്സ് ഒക്കെ കേടാവുന്ന പറഞ്ഞു അങ്ങനത്തെ രീതിയിൽ കുട്ടിയെ കാണിക്കുന്നു എന്ന് വിചാരിക്കും. കുട്ടിയുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈവൻ ദോ കുട്ടി ഒരു ഗ്ലാസോ സ്പൂണോ ചോദിക്കുമ്പോൾ പോലും നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ അവൻ്റെതായ ചില ആക്ടിവിറ്റി ഉണ്ടാകും ആ ഒരു സ്പൂൺ വെച്ചിട്ട്. നമ്മൾ ചില വീടുകളിൽ ചെന്നാൽ കാണാൻ പറ്റും, അവര് പറയും കിച്ചണിലിരിക്കുന്ന പാത്രവും സ്പൂണും മതി അവന് കളിക്കാൻ. പക്ഷെ അവന്റെ ഒരു ലേണിംഗ് ആണ്, അവന്റെ സെൻസസ് യൂസ് ചെയ്തിട്ട് ലേൺ ചെയ്യുന്നതാണ് ഇതെല്ലാം ഉപയോഗിച്ച്. വില കൂടിയ ടോയ്സ് വാങ്ങിയത് ചിലപ്പോൾ അവൻ ഒന്ന് നോക്കിയിട്ട് വെക്കുമായിരിക്കും, പക്ഷെ ഇതിനോടൊക്കെ അവന് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും, സ്പൂൺ, ഗ്ലാസ്, തവി ഒക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എൻവയോൺമെന്റ് അവന് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അവന്റെ ആ ലേണിംഗ് പ്രോസസ് എല്ലാം ലോ ആവും. അത് പുവർ ഡെവലപ്മെന്റിന് കാരണമാവും. അവന്റെ ആ മെന്റൽ ഡെവലപ്മെന്റ് എല്ലാം താന്നു പോകും. അവന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല പല മെറ്റീരിയൽസുമായിട്ടും ഇതുപോലെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യാൻ. അതിന് പറ്റുന്ന ഒരു എൻവയോൺമെന്റും കിട്ടുന്നില്ല. ഇത് പുവർ കോൺസെൻട്രേഷന് കാരണമാകും. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഈ കൊച്ചു കുട്ടികളെയൊക്കെ മെയ്ഡിനെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകുന്ന പാരന്റ്സ് തിരിച്ചു വരുമ്പോഴെന്താ കുട്ടി ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെ അവരെന്തോ ചേർത്ത് കൊടുത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി പകല് മുഴുവൻ കുട്ടി ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കും, ഒട്ടും ആക്റ്റീവ് അല്ലാതെ കുട്ടി പോകുന്നതൊക്കെ കേസസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അവര് ക്യാമറ വെക്കുന്നു, അങ്ങനെ കണ്ടുപിടിക്കുന്നു, പിന്നെ കുട്ടിയെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുന്നു, അല്ലെ. അപ്പൊ കുട്ടി ആ ഒരു സമയത്ത് കളിച്ച് നടക്കേണ്ട ആ ഒരു സമയത്ത് കുട്ടിക്ക് വേണ്ടുന്ന ആക്ടിവിറ്റീസ് അവിടെ കിട്ടിയില്ല, മാൽ നറിഷ്മെന്റ് ആയിരുന്നു, അല്ലെ, ആ എൻവയോൺമെന്റില്. അപ്പൊ ഇങ്ങനെ ലേണിംഗ് 5 സെൻസസ് യൂസ് ചെയ്ത് ലേൺ ചെയ്യുമ്പോഴാണ് കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നത്, അവന്റെ കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ, ഫോക്കസിങ് എല്ലാം കൂടുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെ പുവർ കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പൊ കുട്ടിക്ക് ഒരു കാര്യങ്ങളും മനസ്സിലാക്കാനോ കമ്പയർ ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അവന്റെ സെൻസസ് നേരായ രീതിയിൽ വർക്ക് ചെയ്യാതെയാവും. കുട്ടിയുടെ പവർ, അവന്റെ ഉള്ളിലൊരു പൊട്ടൻഷ്യൽ ഉണ്ടാകും, അത് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അവന് നല്ല രീതിയിലുള്ള നറിഷ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നമ്മള് സെൻസിറ്റിവിറ്റി ടു മൈന്യൂട്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ സ്മോൾ ഒബ്ജക്ട്സ് പറഞ്ഞിരുന്നു. ഇനി ലാക്ക് ഓഫ് റൈറ്റ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, അത് ആരെങ്കിലും റീഡ് ചെയ്യാമോ? രണ്ടും, കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്സും 3ഉം 4ഉം. അതിനു വേണ്ടി ഈ മാൽ നറിഷ്മെന്റിന്റെ മലയാളം മീനിങ് ഒന്ന് പറഞ്ഞുതരും മിസ്സേ? നറിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പോഷണം എന്നാണ്. അപ്പോ ശരിയല്ലാത്ത രീതിയിലുള്ള പോഷണം ഒറ്റ വാക്കല്ലോ ഉണ്ടോ? മാൽ നറിഷ്മെന്റ്, മാൽ ന്യൂട്രീഷൻ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകം അങ്ങനല്ലേ അർത്ഥം വരുന്നത്? അതെ, ഇത് പോഷണം. നമ്മള് പരിപോഷിപ്പിക്കുക എന്ന് പറയില്ലേ, നറിഷ് ചെയ്യാന്ന്, വളർത്തുക എന്നൊക്കെ ഒരു മീനിങ് ഉണ്ട്. നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. നറിഷ്മെന്റ് പറയുമ്പോ തളർത്തു കേൾക്കാറല്ലേ? അതെ, ശരിയായ ഒരു പോഷണം കൊടുക്കുന്നില്ല, അവരെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, അവരെ വളർത്തുന്ന രീതിയിൽ, അവരെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ. Okay. Sensitivity to small objects. The lack of the right environment for this sensitivity may demoralize the curiosity of the child in discovering new things. It will make him less observant of his environment and therefore affect his learning. The child might become very passive. Small details usually have a great impact towards the overall results. Sensitivity to coordination of movement. Walking for meals and climbing up and down the staircase has the purpose of advancing his movements. Providing the right environment for this sensitivity is important because children are continuously developing their gross and fine motor skills. The need to develop balance and agility are important in his self-concept. Yes. So, minute objects, sensitive to small objects, അല്ലെ? റൈറ്റ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ
ഇതിനൊന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുട്ടിക്ക് പറ്റില്ല. കുട്ടിയെ പുറത്തൊന്നും ഇറക്കാതെ അകത്ത് തന്നെ അടച്ചിടുവാണ് 4 ചുമരുകൾക്കുള്ളിൽ. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് കുട്ടിക്ക് പറ്റുന്നില്ല. ക്യൂരിയോസിറ്റി കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഫാക്ടറാണ്. ആ ക്യൂരിയോസിറ്റിയൊക്കെ താഴ്ത്തും, ഡീമോറലൈസ് ചെയ്യും, ലോവർ ചെയ്യും. ആ കുട്ടിയുടെ ആ ഒരു സ്പിരിറ്റ്, ആ ഒരു ആഗ്രഹത്തെ അങ്ങ് താഴ്ത്തുവാണ്. പുറത്തു പോകാൻ പറ്റുന്നില്ല, പലതും പുറത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല കുട്ടിയുടെ കാഴ്ച. അവരുടെ പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കും. അവരുടെ ഒരു ഡിസ്കവറിങ് ന്യൂ തിങ്സ്, അവരുടെ ആ ഒരു കണ്ണിലൂടെ അവർ പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും കാണുന്നത്. അപ്പോൾ ഒബ്സർവേഷൻ അത് കുറയുവാണല്ലേ. ഇനി വീടിന്റെ 4 ചുമരിനുള്ളിൽ കിടക്കുവാണ്, പുറത്തു പോവാത്ത ആ എൻവിയോൺമെന്റിനെ ഒബ്സർവ് ചെയ്യുന്നത് അത് കുറയും. ദിസ് വിൽ അഫക്ട് ഹിസ് ലേണിംഗ്. കുട്ടി പലതും പഠിക്കുന്നത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ കുട്ടിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ, വെരി പാസീവ് ആയിരിക്കും, അതായത് ആക്റ്റീവ് ആകുന്നില്ല. ആ വീടിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം എന്തൊക്കെയോ അറിയാം, അത്രയേ ഉള്ളൂ. സ്മോൾ ഡീറ്റെയിൽസിന് വളരെ ഇമ്പാക്റ്റ് ആണ് കുട്ടികളില്. അത് അവരുടെ ഡെവലപ്മെന്റിന് വളരെ ഇമ്പാക്റ്റ്. ഇനി കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്സ് നമുക്കറിയാം നടക്കാൻ തുടങ്ങുമ്പോഴും ഒക്കെ പിടിച്ചു നിൽക്കുന്നു, നടക്കുന്നു, നല്ല രീതിയിൽ നടക്കുന്നു, സ്റ്റെപ്സ് കയറുന്നു തന്നെത്താനെ. ഈ ക്ലൈംബിങ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ് അതെല്ലാം കുട്ടിയുടെ മൂവ്മെന്റ്സിനെ അഡ്വാൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന്റെ മസിൽസ് എല്ലാം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യും, അത് സ്ട്രോങ് ആകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും എടുത്തുകൊണ്ട് നടക്കരുതെന്നൊക്കെ കുട്ടികളെ പറയാറില്ലേ. ഇവര് നടക്കണം, ഓടണം, ചാടണം, അല്ലെ, വീണ്ടും നടക്കും, ഓടും, സ്റ്റെപ്സ് ഒക്കെ കയറുക ഇറങ്ങുക ഒക്കെ ചെയ്യുമ്പോൾ അത് അവരുടെ മസിൽസിന്റെ ഡെവലപ്മെന്റിന് ശരിക്കും നല്ല ആ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് അതിന് നല്ല പ്രൊമോട്ട് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. പക്ഷെ അങ്ങനെ ഒരു റൈറ്റ് എൻവയോൺമെന്റ് അല്ല, അവിടെ മെൽ നറിഷ്മെന്റ് ആണെങ്കിൽ ആ ഒരു ഡെവലപ്പിംഗ് ഇതെല്ലാം കുറയും. കുട്ടിയുടെ ഫൈൻ, നമുക്കറിയാം മോട്ടോ സ്കിൽസ് 2 രീതിയിലുണ്ട്, ഗ്രോസ് ആൻഡ് ഫൈൻ മോട്ടോ സ്കിൽസ്. ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം കണ്ടിന്യൂസ്ലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജ് ആണ്. ആ ഒരു സമയത്ത് അതെല്ലാം നിൽക്കും. ആ കുഞ്ഞു കൈ കൊണ്ട് സ്റ്റെയർ കയറുമ്പോ സൈഡിൽ പിടിച്ചു കയറുമ്പോ ആ ഒരു ഫിംഗേഴ്സ് ഒക്കെ നല്ല പോലെ അതിലെ മസിൽസ് ഒക്കെ ഡെവലപ്പ് ആകും. അപ്പൊ അതെല്ലാം നമ്മൾ അനുവദിക്കാതിരിക്കുമ്പോൾ കുട്ടിയുടെ ഫൈൻ മോട്ടോ സ്കില്ലിനെ ബാധിക്കും, ഗ്രോസ് മോട്ടോ സ്കില്ലിനെ ബാധിക്കും. ഓക്കെ, ആദ്യം കുട്ടികളിൽ മൂവ്മെന്റ് ഉണ്ടാകുന്നതാണ് ഗ്രോസ് മോട്ടോ സ്കിൽ, പിന്നീടാണ് ഫൈൻ മോട്ടോ സ്കിൽസ് വരുന്നത്, ചെറിയ മസിൽസുകളുടെ മൂവ്മെന്റ്. അങ്ങനെ ബാലൻസ്, അതായത് ചില കുട്ടികളെ നല്ല ഒരുവിധം പ്രായമായാലും അവർ നടക്കുമ്പോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് പോലെ തോന്നില്ലേ. അപ്പൊ അത് അവരുടെ ആ ഒരു ശരിക്കും അവരുടെ ആ ഒരു ശരിയായ രീതിയിൽ നടത്തം, ഓട്ടം ഇതെല്ലാം ഡെവലപ്പ് ആവണമെങ്കിൽ ഈ ഒരു സമയത്ത് അതിന് പറ്റിയ ഒരു എൻവയോൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. അവരുടെ ഒരു അലേർട്ട്നെസ്, അജിലിറ്റി, ആ ഒരു എനർജി അതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് അതിനെല്ലാം തടസ്സമാകും നമ്മൾ ശരിയായ ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കും. അപ്പൊ അവന്റെ സെൽഫ് കൺസെപ്റ്റ് അതങ്ങ് മാറും. അപ്പൊ അവൻ തന്നെ നടക്കാൻ തുടങ്ങുമ്പോൾ അവനൊരു കോൺഫിഡൻസാ അവനെ കുറിച്ച് തന്നെ, അവന്റെ ഒരു സെൽഫിനെ കുറിച്ചൊരു കോൺഫിഡൻസാ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ റൈറ്റ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് റൈറ്റ് എൻവയോൺമെന്റിൽ ഇതെല്ലാം നടക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ഇനി എൻവയോൺമെന്റ് റൈറ്റ് അല്ല, ശരിയായ പോഷണമല്ല, മാൽ നറിഷ്മെന്റ് ആണ് അവിടെയെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഓക്കെ, നെക്സ്റ്റ് സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജും സെൻസിറ്റിവിറ്റി ടു സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. അതുകൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയല്ലാത്ത എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് സംഭവിക്കുന്ന കുറവുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അത് 2 മാര് റീഡ് ചെയ്യും. ഞാൻ വായിക്കാം. Sensitive to language. If a child is not exposed regularly to language during this period of time, his language will be irrevocably damaged. He will become less sensitive to the sounds of his language and would have a difficult time learning the structure of his language. Children will also become less confident and may develop low self concept due to his inefficiency to express himself. Sensitive to the social aspects of life. Depriving the right environment for this sensitivity, the child will feel lonely, hence wanting a lot of attention from the parents
As a result, the child will become very unfriendly and antisocial. സോ സെൻസിറ്റീവ് ടു ലാംഗ്വേജ്. നമ്മൾ പറയല്ലേ കുട്ടിയോട് കുറേ സംസാരിക്കണം, നമ്മളിങ്ങനെ കുറേ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും, ഭയങ്കര ശ്രദ്ധയോടെ ഇരിക്കും. അവര് ചിലപ്പോ ചിരിക്കും, ചിലപ്പോ അവരെന്തെങ്കിലും അവരുടേതായ ലാംഗ്വേജിൽ റെസ്പോണ്ട് ചെയ്യും അല്ലെ. അത് ചെറിയ പ്രായത്തില്. പക്ഷെ എന്നാലും 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇവര് പലതും റിപ്പീറ്റ് ചെയ്യാനും ഇമിറ്റേറ്റ് ചെയ്യാനും പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെ അവർ ശ്രദ്ധിക്കാനും, കുയിലൊക്കെ പോകുമ്പോ ചിലപ്പം തിരിച്ചു പോവുക, അങ്ങനെയൊക്കെയുള്ള ചിലതൊക്കെ കാണിക്കും ചില കുട്ടികൾ ആളുകളുടെ ഹ്യൂമൻ സൗണ്ട്സിനായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ രീതിയിലുള്ള ഒരു രീതിയിൽ കുട്ടിയെ എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ, അതായത് ഇതുപോലുള്ള ശബ്ദങ്ങൾ കേൾപ്പിക്കുക, കുട്ടിയോട് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഇവരുടെ ലാംഗ്വേജ് അത് നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആകും. നല്ല രീതിയിൽ കുട്ടി സംസാരിക്കാൻ തുടങ്ങില്ല. ഇപ്പം സൗണ്ട്സിനോട് ലെസ് സെൻസിറ്റീവ് ആയിരിക്കും കുട്ടി. ആ രീതിയിൽ എക്സ്പ്ലോർ നമ്മൾ ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ പല ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നു, മ്യൂസിക് വയ്ക്കുന്നു, അങ്ങനെ പലതും കേൾക്കുകയൊക്കെ ആണെങ്കിലും അപ്പൊ ഇതിന്റെ ആ ഒരു ലാംഗ്വേജിനോടുള്ള സെൻസിറ്റിവിറ്റി കൂടും. പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, അങ്ങനെ ഒരു എൻവയോൺമെന്റ് കുട്ടിക്കില്ലെങ്കിൽ കുട്ടിയുടെ ലാംഗ്വേജ് അത് ഡാമേജ്ഡ് ആകും, അതിന്റെ ആ ഒരു ഡെവലപ്മെന്റ് കുറയും. അതാണ് ചില കുട്ടികൾ കുറേ സമയം എടുക്കുന്നത് ഈ ഒരു ലേണിംഗ് പ്രോസസ്സിന്. പലപ്പോഴും അവരെ സ്പീച്ച് തെറാപ്പിക്കും അതുപോലെ തന്നെ പല ലാംഗ്വേജിന്റെ പല ആക്ടിവിറ്റീസിലൊക്കെ കൊണ്ടുപോകേണ്ടതായിട്ട് വരാറുണ്ട്. ഒരു ലെസ് കോൺഫിഡന്റ് ആകും ഇവർക്ക് ഈ ലാംഗ്വേജ് ശരിയായ രീതിയിൽ വരാതെ വരുമ്പോൾ. കാരണം നമ്മൾക്ക് നമ്മളുടെ ഫീലിങ്സ്, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് അല്ലെ ലാംഗ്വേജ്. നമ്മളൊക്കെ വായിച്ചിരുന്ന ഹെലൻ കെല്ലറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഹെലൻ ആ സംസാരിക്കാൻ പറ്റാത്ത ഒരിത് വന്നപ്പോഴേക്കും ഹെലൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി അല്ലെ, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. ആ ഒരു കാഴ്ച പോവുകയും കേൾക്കാതെയൊക്കെ വന്നപ്പോഴേക്കും ഹെലന് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ വന്നു എന്ന് പറഞ്ഞു. സോ നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ പല സെൻസസും. നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, പറയുന്നത്, അങ്ങനെ എല്ലാം നമ്മൾക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ സംസാരിച്ചു, പക്ഷെ വേറൊരാൾ പറയുന്നത് നമ്മൾ കേട്ടില്ലെങ്കിൽ കൂടിയും അതും നമ്മൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആകുന്ന കാര്യമാണ്. അപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേൾക്കുന്ന എല്ലാ ശബ്ദവും അവരുടെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും. അവരിൽ അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. പലതും അവർക്ക് പറ്റുന്നതെല്ലാം അവർ ആക്സെപ്റ്റ് ചെയ്ത് അവർ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് ഇവരിലെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. സെൻസിറ്റീവ് ടു ദ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ആകുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെ ഗ്രൂപ്പിലൊന്നും ആക്കാതെ വീടിനകത്ത് തന്നെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികള് സോഷ്യലൈസ് ചെയ്യാനായിട്ട് മടിക്കും. അൺഫ്രണ്ട്ലി ബിഹേവിയർ ആയി പോകും അവർക്ക്. അങ്ങനെ ഒരു എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ, മറ്റു കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യിക്കണം, മറ്റു കുട്ടികളുമായി കളിക്കാൻ വിടണം, അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പം അങ്ങനെയാകുമ്പോൾ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യും അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് കുട്ടിക്ക് ഇല്ലെങ്കിൽ. സോ അങ്ങനെ വരുമ്പോൾ കുട്ടി പലപ്പോഴും ഒറ്റയ്ക്കായി പോകുമ്പോൾ പാരന്റ്സിന്റെ അറ്റൻഷൻ എപ്പോഴും ഇങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം വേറെ ആരും ഇല്ല, അതിന് കളിക്കാൻ ഒരു കൂട്ടില്ല, ഒരു ഗ്രൂപ്പില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര ഒരു വാശിയും അങ്ങനെ രീതിയിൽ കാണിക്കും. എപ്പോഴും പാരന്റ്സ് തന്നെ വേണം അങ്ങനെ രീതിയിൽ. അങ്ങനെ കുട്ടി ഭയങ്കര മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ആകാതിരിക്കുമ്പോൾ അൺഫ്രണ്ട്ലി, ആന്റി സോഷ്യലുമാകും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അബ്സോർബന്റ് മൈൻഡ് ആണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് സൈൻ ഔട്ട് ഉണ്ടോ? സോ നെക്സ്റ്റ് ക്ലാസ് യെസ് പ്ലീസ്. മാം ക്ലാസ് റൂമിൽ കണ്ടായിരുന്നല്ലോ മാമിന്റെ ക്ലാസ്സിന്റെ അസൈൻമെന്റിന് അതുപോലെ ആക്ടിവിറ്റീസുകളൊക്കെ കുറിച്ചുള്ള ഡൗട്ട് ക്ലിയറൻസിന്റെ അതിനെ കുറിച്ച് മാം ഒന്നും പറഞ്ഞില്ലല്ലോ. ഏതാണ് നോട്ടിഫിക്കേഷൻ മാമിന്റെ ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അസൈൻമെന്റ് അതുപോലെ ആക്ടിവിറ്റി ഒക്കെ ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ് ഉണ്ടെന്ന്. ക്ലാസ് ഉണ്ടെന്നല്ല, ഞാൻ അസൈൻമെന്റും ആക്ടിവിറ്റീസും എല്ലാം നിങ്ങൾക്ക് തരില്ലേ. അതിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാന്നാണോ? ഞങ്ങള് എനിക്ക് പേഴ്സണലി മെസ്സേജ് വരുന്നു. അപ്പൊ അതിലും നല്ലത് ഹോൾ ഗ്രൂപ്പിനോട് ഞാൻ ക്ലാസ്സിൽ ക്ലിയർ ചെയ്യുന്നല്ലേ. ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാരും മിസ്സിനെ വിളിച്ച് ചോദിച്ചപ്പോ പൊതുവായിട്ടുള്ള ഡൗട്ടുകളൊക്കെ മിസ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാവുന്ന. അതെ അതെ, ഞാനത് നോട്ടിഫിക്കേഷൻ എനിക്ക് ക്ലിയർ ആയി. മാം നമ്പർ തന്നത് മാമിന് പണിയായിന്ന്.
കാരണം ചില എനിക്ക് മാത്രമല്ല അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള കുട്ടികളോടും ഈ ഒരു ടീമിലുള്ള വാലുവേഷൻ ടീം, ടെക്നിക്കൽ ടീമിലുള്ളവർക്കും ഇങ്ങനെ മെസ്സേജ് വന്നോണ്ടിരിക്കുക. ക്ലാസ് റൂമിലൊക്കെ മെസ്സേജ് വരിക. അപ്പൊ പിന്നെ ഒറ്റ അടിക്ക് അതങ്ങോട്ട് ക്ലിയർ ചെയ്ത് ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് കൊടുത്ത പ്രശ്നമില്ലല്ലോ. റെക്കോർഡ് ക്ലാസ് കാണുന്നവരും കേൾക്കും. നമ്മളുടെ ടീമിലുള്ള കുട്ടികൾക്കും സ്ട്രഗിൾ ഇല്ല. അപ്പൊ അവരെന്നെ വിളിച്ച് എന്താ മറുപടി പറയേണ്ടത് ചോദിക്കും. ഞാൻ പറഞ്ഞ ഈ ഒരു മെസ്സേജ് ഇട്ടേക്കാൻ പറയും. പിന്നെ കുഴപ്പമില്ലല്ലോ, അവർക്കും ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും ഒരുമിച്ച് കേൾക്കാം. ഞാൻ അതുകൊണ്ട് അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു മാം. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടോട്ടെ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. കാരണം വെച്ചാൽ ഈ മെസ്സേജ് ഇങ്ങനെ ഞാൻ കാണുന്നത് ചിലപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തായിരിക്കും, പിന്നെ റെസ്പോണ്ട് ചെയ്യാന്ന് വിചാരിക്കും. അത് പിന്നെ അങ്ങ് താഴെ പോകും, ഞാൻ പിന്നെ ഓർക്കില്ല. അപ്പൊ ഈ ചോദിച്ച ആൾ ആരാ എന്താന്നൊക്കെ പിന്നെ എനിക്കൊരു ഓർമ്മയും കിട്ടില്ല. അതിലും നല്ല നമ്മള് ക്ലാസ് റൂമിൽ അതങ്ങ് ക്ലിയർ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും കേൾക്കാലോ. അതെ മാം, അതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ ആ ടീമിലുള്ള കുട്ടികളെ വിഷമിപ്പിക്കും. ഓക്കെ മാം. ഓക്കെ, അങ്ങോട്ട് വേണം. Yes, ma'am. Your hard work and dedication will pave the way for your success. നിങ്ങളുടെ കഠിനാധ്വാനവും സമർപ്പണവും വിജയത്തിലേക്ക് വഴിയൊരുക്കും. സൈൻ ഔട്ട് ബൈ ജിഷാന. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. യെസ്, ലക്ഷ്മി എന്തോ കാണിച്ചല്ലോ, ഞാൻ കണ്ടില്ല.